വഖഫ് ബോർഡിനേക്കാൾ കൂടുതൽ സ്വത്തുക്കൾ ഇന്ത്യയിലെ ക്രിസ്ത്യൻ കത്തോലിക്ക സഭയുടെ കയ്യിലെന്ന് RSSന്റെ ഓർഗനൈസർ. വളരെ പ്രകോപനപരമായ ഒരു സ്റ്റാൻഡാണ്. അതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസും കൂടെ കുറച്ച് വായിക്കാം. കത്തോലിക് സഭ 17.29 കോടി ഏക്കറുകൾ ഈ രാജ്യത്ത് ആകമാനം ഉണ്ടെന്ന് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ വന്നൊരു ആർട്ടിക്കിൾ. പലരും തെറ്റിദ്ധരിക്കുന്നത് വഖഫ് ബോർഡിനാണ് കൂടുതൽ സ്വത്തെന്നാണ്. എന്നാൽ വഖഫ് ബോർഡിനല്ല, അത് കത്തോലിക്ക ചർച്ചിനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ആർട്ടിക്കിളിന്റെ പേര് ഹൂ ഹാസ് മോർ ലാൻഡ് ഇൻ ഇന്ത്യ, കാത്തലിക് ചർച്ച് വേഴ്സസ് വഖഫ് ബോർഡ് എന്ന ആർട്ടിക്കിളിൽ നിന്നാണ്. അതിൽ എഴുതിയിരിക്കുന്നത് പല ആൾക്കാർക്കും പല വർഷങ്ങളായിട്ടുള്ളൊരു ധാരണ യഥാർത്ഥത്തിൽ വഖഫ് ബോർഡാണ് ഇന്ത്യയിലെ സെക്കൻഡ് ലാൻഡ് ഓണർ, ഗവൺമെന്റ് കഴിഞ്ഞാൽ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റിദ്ധാരണയാണ്. പകരം കത്തോലിക്ക ചർച്ചാണ് ഇന്ത്യയിലെ ബിഗസ്റ്റ് ലാൻഡ് ഓണർ എന്നാണ് ഇവർ പറയുന്നത്. ഈ ആർട്ടിക്കിൾ അവകാശപ്പെടുന്നത് 7 കോടി ഹെക്ടർ 17.29 കോടി ഏക്കർ പള്ളിയുടെ കയ്യിലുണ്ട്. ക്രിസ്ത്യൻ ചർച്ചിന് 2457 ഹോസ്പിറ്റൽ ഡിസ്പെൻസറീസ്, 240 മെഡിക്കൽ നഴ്സിംഗ് കോളേജസ്, 28 ജനറൽ കോളേജസ്, 5 എഞ്ചിനീയറിംഗ് കോളേജ്, 3765 സെക്കൻഡറി സ്കൂൾസ്, 7319 പ്രൈമറി സ്കൂൾസ്, 3187 നഴ്സറി സ്കൂൾസ്. ഇതെല്ലാം അവരുടെ ഉണ്ട്. ഇതെല്ലാം ബ്രിട്ടീഷ് കാലത്ത് അക്വയർ ചെയ്തതാണ്. 1927 ബ്രിട്ടീഷുകാരാണ് ഇന്ത്യൻ ചർച്ച് ആക്ട് ഇത് പാസ്സാക്കിയത്. അത് വ്യാപകമായി ഇവർക്ക് കൊടുത്തിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ഇതിന്റെ മറവിൽ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ട്രൈബൽ ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റീസ് ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു തുടങ്ങിയ വളരെ പ്രകോപനപരമായ ആർട്ടിക്കിളാണ്. ഇന്ന് രാവിലെ നോക്കുമ്പോൾ പലപ്പോഴും ആ ആർട്ടിക്കിൾ ഓർഗനൈസറിൽ നോട്ട് അവൈലബിൾ എന്നാണ് കാണുന്നത്, പേജ് നോട്ട് ഫൗണ്ട് എന്നാണ് കാണുന്നത്. പക്ഷേ ഇന്നലെ തന്നെ ഞാൻ ആർട്ടിക്കിൾ പൂർണ്ണമായിട്ട് വായിച്ചിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം ആൾക്കാരെല്ലാം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ കണക്കെടുപ്പുകൾ ചിലപ്പോഴെങ്കിലും പ്രകോപനപരമാകുന്നത് അതിനൊരു ദുസ്സൂചന പലപ്പോഴും നൽകാറുണ്ട്. അതായത് വഖഫാണ് ആദ്യം, രണ്ടാമത് ചർച്ച് ആക്ട് വരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ വളരെ അവധാനതയോടെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് വേണം. നമ്മൾ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ആലോചിച്ച് നോക്കുക, നമുക്ക് ഇത്രയും സ്വത്തുണ്ട്, ഇന്ന അമ്പലങ്ങൾക്ക് ഇത്രയും സ്വത്തുണ്ട്, അത് അന്യായമായിട്ടാണ് നേടിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരില്ലേ? ഇപ്പം വഖഫ് ആക്ടിലെ ചില ഭേദഗതികൾ, ഉദാഹരണം ഭേദഗതി 40 സെക്ഷൻ 40 കുറച്ച് ഓവർ യൂസ്ഡ് ആണ്. അത് ഓവർ യൂസ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യാൻ കഴിയും എന്നൊന്നും പറഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് അക്സെപ്റ്റബിൾ ഒരു പ്രൊപ്പോസിഷനാണ്. അതായത് ആ സെക്ഷൻ 40 ഒന്ന് റീഡ് ഡൗൺ ചെയ്യണം, ഒന്ന് ഡയല്യൂട്ട് ചെയ്യണം, ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഇന്ത്യയിലെ ഏത് സ്വത്തും അങ്ങനെ വഖഫ് സ്വത്തായിട്ട് വിളിച്ചു വരുത്തി പ്രഖ്യാപിക്കാനാകുമെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന സെക്ഷൻസ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ തെറ്റില്ല. അങ്ങനെ ചർച്ചൊക്കെ വളരെ തത്വാധിഷ്ഠിതമായിട്ടാണ് പറയുന്നത്. പക്ഷേ വഖഫ് ആകട്ടെ, പള്ളികളുടെ സ്വത്താകട്ടെ, അമ്പലങ്ങളുടെ സ്വത്താകട്ടെ, അത് വിശ്വാസികളുടെ സ്വത്താണ്, അത് സ്റ്റേറ്റിന്റെ സ്വത്തല്ല എന്ന് നമുക്ക് തിരിച്ചറിയണം. ഇപ്പം നമ്മുടെ അമ്പലങ്ങളിലടക്കം ദേവസ്വം ബോർഡുകളിൽ ഹിന്ദുക്കളല്ലാത്തവരെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഹിന്ദുക്കൾക്ക് പ്രകോപനപരമായി തോന്നില്ലേ? നമ്മളൊന്ന് ആലോചിച്ചാൽ നമ്മുടെ ഗുരുവായൂരും ശബരിമലയിലും എല്ലാം അങ്ങനെ വരികയാണെങ്കിൽ നമുക്കതൊരു പ്രകോപനപരമായി തോന്നില്ലേ? തോന്നുന്നതിന്റെ കാരണം പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നെങ്കിൽ അത് എങ്ങനെയായിരിക്കും നമ്മൾ സ്വീകരിക്കുക? അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ അവധാനതയും മെച്ചൂരിറ്റിയും വേണം. മുനമ്പം അടക്കമുള്ള മുനമ്പത്തിലെ ജനങ്ങളോടൊപ്പമാണ് കേരളത്തിലെ എല്ലാവരും. മുനമ്പ ഇഷ്യൂ സോൾവ് ചെയ്യാനും കഴിയും. അതിന് ഈ രീതിയിലുള്ള നിയമഭേദഗതിയിലൊന്നും ആവശ്യമില്ല. പക്ഷേ ഈ മതപരമായ കാര്യങ്ങളെ ഉപയോഗിച്ച് വിശ്വാസികളെ പ്രകോപിപ്പിക്കുകയല്ല പലപ്പോഴും വേണ്ടത്. അങ്ങനെ പ്രകോപിപ്പിക്കാനുള്ള ലക്ഷ്യം പലരുടെയും ഭാഗത്തു നിന്നും തോന്നാറും. നേരെ മറിച്ച് വഖഫ് ആകട്ടെ, പള്ളികളുടെ കാര്യമാകട്ടെ, അത് കുറെ കൂടെ, അല്ലെങ്കിൽ അമ്പലങ്ങളുടെ കാര്യമാകട്ടെ, സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. ഞാനിന്നലെ പള്ളികളുടെ സ്പോക്സ് പേഴ്സന്റെ വാർത്താ സമ്മേളനം കാണുകയാണ്. അദ്ദേഹവും പറയുന്നത് മുസ്ലിം സമൂഹത്തോട് വളരെ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയാണ് സംസാരിച്ചത്. മുസ്ലിം സഹോദരങ്ങൾക്ക് മുസ്ലിം അല്ലാത്ത ഒരാൾ അവരുടെ വഖഫിലേക്ക് വരുന്നത് പ്രകോപനപരമായി തോന്നിയാൽ അത്ഭുതപ്പെടാൻ കഴിയില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ തന്നെയാണ്. അപ്പോൾ ഈ പലപ്പോഴും ആരെയെങ്കിലും ഇടിച്ചു താഴ്ത്തി, അടിച്ചിട്ടു, എയറിലാക്കി തുടങ്ങിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികൾക്ക് കൈയടിക്കാൻ ഒരു സ്പേസിന് വേണ്ടി മാത്രം അങ്ങനെ വഖഫ് ആക്ട് ഭേദഗതി ചെയ്യുന്നതിൽ അർത്ഥമില്ല. 1-2 സെക്ഷൻസ് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം, റീഡ് ഡൗൺ ചെയ്യാം, അല്ലെങ്കിൽ കുറെ കൂടെ പ്രിസൈസ് ആക്കാം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ വഖഫും ചർച്ച് ആക്ടും അമ്പലവും എല്ലാം വിശ്വാസികളുടെ ആണെന്ന തിരിച്ചറിവോടുകൂടിയായിരിക്കണം